അന്നും പതിവ് പോലെ ബഹുമാനപ്പെട്ട അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ മൻസൂർ രാജാവ് പുതിയൊരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം വിചാരിച്ചു, ഒരുപക്ഷെ ഇത് സഫിയ ബീവിയെ ഒരിക്കൽ കൂടി കാണിച്ചു തരാനായിരിക്കുമോ, അതല്ല ഇപ്പോൾ തന്നെ നിക്കാഹ് ചെയ്തു തരാനായിരിക്കുമോ. മനസ്സിൽ ജിജ്ഞാസ വർദ്ധിച്ചു. കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി പ്രധാനപ്പെട്ട ഒരു റൂമിൽ, ഒരു അരമനയിൽ, ഒരു വിശാലമായ ആ റൂമിൽ കയറിയിട്ട് നല്ലൊരു കട്ടിലിൽ ഇരുത്തുകയാണ്. എന്നിട്ട് രാജാവ് എന്താണ് ചെയ്യുന്നത്? ചുമരിലെ അലമാര തുറക്കുകയാണ്. അലമാര തുറന്നു, അതിലതാ വലിയൊരു പെട്ടി. അത് തുറന്നു, അതിനുള്ളതാ വേറൊരു പെട്ടി. അത് തുറന്നു, അതിനുള്ളതാ പുതിയൊരു പെട്ടി. അത് തുറന്നു, അതിനുള്ളതാ മറ്റൊരു പെട്ടി. ഇതെന്താ പെട്ടിയുടെ സമ്മേളനമോ എന്നിങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോൾ അവസാനം തുറന്ന പ്രധാന പെട്ടി, അതിലതാ കുറെ മുത്തുകൾ. അദ്ദേഹത്തിന്റെ കണ്ണഞ്ചിപ്പോയി. പ്രകാശം വിതറുന്ന അത്രക്കും വിലപിടിപ്പുള്ള വൈഡൂര്യം, മാണിക്യം, ഗോമേതകം, പവിഴം, വജ്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതുപോലുള്ള വിലപിടിപ്പുള്ള മുത്തുകളാണ്. അതും ചോദിച്ചു, ഈ മുത്തും നിക്കാഹും തമ്മിൽ എന്താ ബന്ധം? മനസ്സിലായില്ലല്ലോ. രാജാവിന്റെ മറുപടി, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണമെന്നറിയില്ലേ? എൻ്റെ മകൾക്ക് ഞാൻ ആവശ്യപ്പെടുന്ന മഹർ ഇതുപോലത്തെ മുത്തുകളാണ്. ഒന്നും രണ്ടുമല്ല, കൈ നിറയെ, 2 കൈ നിറയെ മുത്തുകൾ കൊണ്ടുവന്നാൽ എനിക്ക് സഫിയ രാജകുമാരിയെ ഞാൻ വിവാഹം കഴിപ്പിച്ചു തരാം. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആദ്യം ആ കട്ടിൽ നിന്ന് തളർന്ന് താഴെയിരുന്നു. അതിലെ ഒരു മുത്തിന് തന്നെ കോടിക്കണക്കിന് രൂപ വില മതിക്കും. അങ്ങനെ ഒന്നും രണ്ടുമല്ല, 2 കൈ നിറയെ കൊണ്ടുവരാനാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെയും എനിക്കൊരു ജീവിത സഖിയുണ്ടെങ്കിൽ അത് സഫിയ രാജകുമാരി മാത്രമായിരിക്കുമെന്നുള്ള ആ ഒരു വിചാരം കയറിയതുകൊണ്ട്, അത് അദ്ദേഹത്തിനെ മതിക്കുന്നത് കൊണ്ട് എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കൊണ്ടുവരാം, അപ്പോൾ നിങ്ങൾ വാക്ക് ലംഘിക്കാതിരുന്നാൽ മതി എന്ന ധീരമായ മറുപടിയോടുകൂടി അവിടെ നിന്ന് മടങ്ങിപ്പോരുകയാണ്. കാട്ടിലേക്ക് വന്നു. തൻ്റെ ഏറുമാടത്തിൽ തനിയെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? എവിടുന്ന് മുത്തുകൾ സംഘടിപ്പിക്കും? ഇവിടെ ഇരുന്നത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. അങ്ങനെ മുത്തുകൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുംപുറത്തിലൂടെ ഓരോ കാണുന്ന ആളുകളോട് മുത്തുണ്ടോ, മുത്തുണ്ടോ. ചെറിയ കുട്ടികളെ കണ്ടാൽ പോലും ചോദിക്കും, മുത്തുണ്ടോ, മുത്തുണ്ടോ, മുത്തുണ്ടോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിവസം ഒരു കടപ്പുറത്തിലൂടെ അലക്ഷ്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ മുസല്ലയിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാൾ നിസ്കരിക്കുന്നത് കാണുന്നു. ആ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ, തൻ്റെ ചോദ്യത്തിന് ഇവിടെ ഉത്തരമുണ്ട് എന്നൊരു ചിന്ത. അദ്ദേഹത്തിൻ്റെ നിസ്കാരം സലാം വീട്ടിയതും ഉടനെ ചോദിക്കുകയാണ്, മുത്തുണ്ടോ, മുത്തുണ്ടോ, മാളോരെ മുത്തുണ്ടോ, മുത്തിലും മുത്തായ മുത്തുണ്ടോ, 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 മാലോരെ മുത്തുണ്ടോ, മുത്തിലും മുത്തായ മുത്തുണ്ടോ. മന്നൻ മകളല്ലോ, മാണിക്യക്കല്ലല്ലോ, മഹർ വീതിച്ചത് മുത്തല്ലോ. മുത്തുണ്ടോ, മുത്തുണ്ടോ, മാലോരെ മുത്തുണ്ടോ, മുത്തിലും മുത്തായ മുത്തുണ്ടോ. മന്നൻ മകളല്ലോ, മാണിക്യക്കല്ലല്ലോ, മഹർ വീതിച്ചത് മുത്തല്ലോ. രാജന കൺമണി സഫിയാക്ക് മഹർ നൽകാൻ അന്നങ്ങ് വീതിച്ചതും മുത്തല്ലോ. സുന്ദരി നീ എൻ്റെ അനുരാഗമുല്ലയോ, സ്വപ്നയുഗത്തിലെ മാറിവില്ലോ. മുത്തുണ്ടോ, മുത്തുണ്ടോ, മാലോരെ മുത്തുണ്ടോ, മുത്തിലും മുത്തായ മുത്തുണ്ടോ. മന്നൻ മകളല്ലോ, മാണിക്യക്കല്ലല്ലോ, മഹർ വീതിച്ചത് മുത്തല്ലോ. വൈരക്കല്ലാമല 10 എന്നും മിന്നിത്തിളങ്ങണ മുത്തുണ്ടോ. വൈരക്കല്ലാമല 10 എന്നും മിന്നിത്തിളങ്ങണ
മുത്തുണ്ടോ? മണവാട്ടി പെണ്ണിന് മഹർ കൊടുക്കാനായി രാജൻ പറഞ്ഞതും മുത്തല്ലോ. മണവാട്ടി പെണ്ണിന് മഹർ കൊടുക്കാനായി രാജൻ പറഞ്ഞതും മുത്തല്ലോ. മുത്തുണ്ടോ മുത്തുണ്ടോ മാലോരെ മുത്തുണ്ടോ? മുത്തിലും മുത്തായ മുത്തുണ്ടോ? മന്നൻ മകളല്ലോ മാണിക്യക്കല്ലല്ലോ മഹർ വിരിച്ചത് മുത്തല്ലോ.